ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷജിൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യ ഷജിൻ. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടായാൽ അത് ഏത് മുഖേനയും അല്ലെങ്കിൽ ഏത് വിധേയനെയും ആ വിഷമങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ അത്രയധികം വ്യത്യസ്തമായി നിലകൊള്ളുന്നത് അല്ലേ. പരസ്പര സാഹോദര്യവും പരസ്പര സഹകരണവും പരസ്പര സ്നേഹവും ആ ഒരു സഹാനുഭൂതിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും വേറിട്ടൊരു രീതിയിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക ഒരുപാട് മഹാമാരികൾ വന്ന സമയത്ത് നമ്മളതെല്ലാം നേരിട്ടറിഞ്ഞതും അനുഭവിച്ചതുമാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായും ചില ആളുകൾ ഉണ്ട് ഇപ്പോഴും എന്നുള്ളത് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വീഡിയോകളാണ് ഇന്ന് നമുക്ക് മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കാണാനിടയായി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇത്രയധികം പറയാനിടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്കും പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. സോ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ കുട്ടി ആദ്യമായിട്ട് കാണുന്ന കുട്ടിയെ നിങ്ങൾക്കറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിച്ചില്ല. ആരാ കുട്ടിയാണ്? ആരാ പ്രസാദേ ചുണ്ടേ? ആരാ? ഏത് കുട്ടിയത്? ആരാ അതിന് പെർമിഷൻ കൊടുത്ത? ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ നിങ്ങളുടെ പെർമിഷൻ കൊടുക്കാമെന്നോ? ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയതുകൊണ്ടാണ് പെർമിഷൻ കൊടുത്തത്. നിങ്ങൾ കൊടുത്തത് ഇവിടെ നാട്ടുകാരാണ്. അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് ഷോന്ന് ഇഷ്ടപ്പെട്ടോ ചേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് കൊടുക്കും. പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത്. അതെ അതെ. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ ക്ലബിന്റെ ഒരു നമ്മളാണ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നടത്തില്ല കേട്ടോ. പറയുന്നത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഈ കുട്ടി എന്തിനും ഇവിടെ പാടി ആരും അറിയില്ല. ഇവിടെ വന്ന് ചാൻസ് ഒരു കുട്ടി ഉള്ളായിരുന്നു. ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു. ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക് സമാന്റെ കേക്ക് ഇതിന് പ്രതിനിധി ഉണ്ടല്ലോ, ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ പാടിക്കാതിരിക്കുകയാണ്. അപ്പോ എനിക്ക് പൈസ എന്നെ കൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാടിച്ചോളാൻ പറഞ്ഞത്. ഞാൻ ആ റിസപ്റ്റ് വീട്ടുകാരെത്തോ? എവിടെ വീട്ടുകാരെത്തോ? എവിടെ? ശരി ശരി ഓക്കെ. എവിടെ എവിടെ? ചെരുവള പുത്തൻ വീട്ടില്. ക്ലബുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഈ ഒരു സംഭവം ഇപ്പോൾ അടൂരാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ക്രിസ്മസിൻ്റെ ആ ഒരു ആഘോഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ആഘോഷത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതായത് ഒരു ഗാനമേള നടക്കുകയാണ്. അടൂരാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗാനമേള നടക്കുന്ന സമയത്ത് ഈ കുട്ടി കുറേ നേരമായിട്ട് സ്റ്റേജിനടുത്ത് വന്നിട്ട് പാടാനൊരു അവസരം തരുമോ എന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവർ പറയുന്ന കാര്യമാണ്, നമുക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ പറഞ്ഞ കാര്യമാണ് നമുക്ക് വീണ്ടും വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുമ്പോൾ ആദ്യമൊന്നും ഇവർ ഈ ഗാനമേള ട്രൂപ്പിലുള്ളവരത് സമ്മതിക്കുന്നില്ല. കാരണം ഈ സംഘാടകരും കമ്മിറ്റിക്കാരൊക്കെ അതിനുള്ള പെർമിഷൻ കൊടുത്താൽ മാത്രമല്ലേ അങ്ങനെ പാടാൻ അനുവദിക്കാവൂ. അതുകൊണ്ട് തന്നെ അവരാദ്യം സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഈ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഈ ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലബിൻ്റെ പ്രോഗ്രാമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൈസ എല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു ഗാനമേള ട്രൂപ്പിന് പണം കൊടുത്ത് അവരെ കൊണ്ടുവന്ന അതിൽ ഒരു വ്യക്തി പറയുകയാണെങ്കിൽ പെർമിഷൻ കൊടുക്കുകയാണ് ആ കുട്ടിയോട് പാടാൻ അനുവദിച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഗാനമേള ട്രൂപ്പിലുള്ളവർ അതിലുള്ള ഒരു വ്യക്തി ഈ കുട്ടിയെ പാടാൻ അനുവദിച്ചത്. അപ്പോൾ പാടി കുറച്ച് സമയം കഴിഞ്ഞതും മുണ്ടും മുറുക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുണ്ടും ഉടുത്തുകൊണ്ട് ഒരു വ്യക്തി സ്റ്റേജിലോട്ട് വന്ന് ഇജാതി പ്രഹസനമാണ് അവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അരിശമാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ചിന്തിച്ചത് ഒരുപക്ഷെ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ നട്ടെല്ലുള്ള അല്ലെങ്കിൽ കൈത്തരിപ്പുള്ള ആരും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെ കാരണത്തെ ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിക്കും അതൊരു മനസ്സമാധാനമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുകയാണ്. കാരണം ആ കുട്ടി
യാതൊരു വിധത്തിലുള്ള സ്റ്റേജ് ഫിയറും ഇല്ലാതെ അത്രയധികം ധൈര്യത്തോടു കൂടി വന്നിട്ടാണ് ആ സ്റ്റേജിന് മുൻപിൽ ഇത്രയധികം ഓഡിയൻസിന് മുൻപിൽ പാടാനായിട്ട് വരുന്നത്. അതിന് അത്രയധികം അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അല്ലേ. കാരണം ഓരോ ഗാനമേള ഗ്രൂപ്പുകളിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഗാനമേളയുടെ സ്റ്റേജിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദികളിൽ നിന്ന് ഒരുപാട് നല്ല കഴിവുള്ള ആളുകൾ പാടി പുറം ലോകം അറിഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ ഒരുപാട് ആളുകളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടി പാടി അത്രയധികം നന്നായി പാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കഴിവ് പുറം ലോകത്ത് അറിയിച്ചിരുന്നില്ലെങ്കിൽ പുറം ലോകത്ത് വീഡിയോ എടുത്ത് മറ്റുള്ള നാലാൾ കാണുകയും അവർക്ക് അറിയിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അത് എത്ര സന്തോഷമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദം എന്താണ് എന്നുള്ളത് ഈ വ്യക്തി ചിന്തിച്ചില്ല. അതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ക്ലബിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ഈ കുട്ടി ക്ലബ്ബുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മൈക്ക് വാങ്ങിക്കൊണ്ട് ഈ വ്യക്തി മൈക്കിലൂടെ ഘോരഘോരം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇത്രയധികം ആളുകളുടെ മുൻപിൽ അപമാനിതയായി നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ആ ഒരു സമയത്ത് ഈ മൈക്ക് വാങ്ങിക്കൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് ഇത്രയധികം പറയുമ്പോൾ താൻ കാരണമാണല്ലോ ഇത്രയധികം ഇൻസിഡൻസ് അവിടെ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്ന ആ ഒരു കുട്ടി ഒരുപക്ഷെ വല്ല ട്രോമയിലേക്കൊക്കെ പോവാതിരുന്നാൽ അത്രയധികം ഭാഗ്യമെന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ. വല്ലാത്തൊരു ചെറ്റത്തരം, അല്ലെങ്കിൽ അത്രയധികം മോശമായി പോയി എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ക്ലബിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു വേദിയിൽ പാടാൻ അവസരം കൊടുക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നൃത്തം ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ പാടില്ലേ? ഈ വ്യക്തി പറയുന്നത് വന്ന് നല്ല ഒന്നാം തരം ഷോ ഓഫാണ് ഇവിടെ കാണിച്ചത് എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വ്യക്തി തന്നെ പറയുന്നുണ്ട്, ഞാൻ ക്ലബിൻ്റെ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ക്ലബിൻ്റെ ആരുമല്ല, ഈ സംഘാടക കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. പണം കൊടുത്ത് ഈ ഗാനമേള ട്രൂപ്പിനെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ഈ കുഞ്ഞിന് പാടാൻ, അതായത് ഈ കുട്ടിക്ക് പാടാനുള്ള ഒരു അവസരം കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ ഗാനമേള ട്രൂപ്പിലുള്ള വ്യക്തിയോട് പറഞ്ഞതും. പിന്നെ അവർക്ക് പ്രശ്നമില്ല, സംഘാടകർക്കോ കമ്മിറ്റിക്കാർക്കോ ഓഡിയൻസിനോ ആർക്കും പ്രശ്നമില്ലാതെ ഈ ഒരു വ്യക്തിക്ക് മാത്രം എന്താണ് ഇത്ര വലിയ പ്രശ്നം? അതൊരു തരത്തിലുള്ള ചൊറിച്ചിലാണ്. കാരണം ചിലയിടത്തൊക്കെ ഇങ്ങനെയുള്ള കൃമികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച് അങ്ങോട്ട് പോയതും. സത്യത്തിൽ ഈ ഒരു വ്യക്തിക്കോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായി ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായി അത്രയധികം വ്യക്തിബന്ധം പുലർത്തുന്ന ആർക്കെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു തീവ്രത, ആഴം എത്രയാണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. അതൊരു പക്ഷെ അറിയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു പട്ടിഷോ നാടകം അവിടെ കാണിക്കില്ലായിരുന്നു. ഒരാവശ്യവുമില്ലാതെ വെറുതെ നിന്നുകൊണ്ട് വന്ന് ഒരു പെൺകുട്ടിയെ ഇത്രയധികം ആളുകളുടെ മുൻപിൽ അപമാനിച്ചതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് എന്താണ് കിട്ടിയത്? അവസാനം അവിടെയുള്ള ഓഡിയൻസും ബാക്കി ഈ ഒരു സംഘാടക കമ്മിറ്റിയിലുള്ള എല്ലാവരും ചേർന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഗാനമേള ട്രൂപ്പിലുള്ള ആ ഒരു വ്യക്തി ഇതിന് മുൻപ് തന്നെ പറയുന്നുണ്ട്, സംഘാടക കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി ഞങ്ങൾക്ക് പണം തന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു വ്യക്തി പെർമിഷൻ തന്നിട്ടാണ് ഞങ്ങൾ പാടാൻ അവസരം കൊടുത്തത്. ആ സമയം വരെ ആ കുട്ടി അവിടെ പാടട്ടെ എന്നുള്ളൊരു അവസരം ചോദിച്ചുകൊണ്ട് നിന്നു. ആദ്യമൊന്നും സമ്മതിച്ചില്ല എന്നുള്ളത്. ഒരുപക്ഷെ ഇത്രയധികം ഓഡിയൻസിന് മുൻപിലേക്ക് പാടാനുള്ളൊരു ആഗ്രഹമായിട്ട് ആ കുട്ടി വന്നത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കല, അല്ലെങ്കിൽ കഴിവ്, അത്രയധികം പാടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ നമ്മൾ ഒരിക്കലും അവരെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. ഈ ഒരു വ്യക്തിയോട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഇനിയിപ്പോൾ ഈ ഒരു പെൺകുട്ടിയോട് എന്നല്ല മറ്റ് ഏത് വ്യക്തികളോടും ഒരിക്കലും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല. ഈ ഒരു വ്യക്തി എന്നല്ല മറ്റാരാണെങ്കിലും, ഈ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും കുറച്ചൊക്കെ ബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു വേദിയിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ നേരിടുകയും ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഒരു കുട്ടി ഒരു മൈക്കിലൂടെ ഒരു പാട്ട് പാടി എന്നുള്ളത് കൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അവിടെയുള്ള ആർക്കും പ്രശ്നമില്ല. പിന്നെ ക്ലബിൻ്റെ ഭാഗമല്ലാത്ത ഒരു പെൺകുട്ടി, അവിടെ ആ കുട്ടി രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ആ കുട്ടി ഒരു പാട്ട് പാടുന്നു, അതിൻ്റെ കാര്യം നോക്കി മിണ്ടാതെ അങ്ങ് പോകുന്നു.